എയ്തർ എനർജിയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് നാൾ മുന്നേ ഒരു പുതിയൊരു പ്രീമിയം ഇലക്ട്രിക് സ്കൂട്ടർ ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് വന്നിട്ട് എയ്തർ അപ്പെക്സ് എന്നാണ്. ഈ വണ്ടി ആക്ച്വലി ഫേമസ് ആയതിൻ്റെ പ്രൈസ് കേട്ടിട്ട് തന്നെയാണ്. അപ്പോൾ അത്രയും വിലയുള്ള വണ്ടി എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു ജസ്റ്റ് ബാക്കിലേക്ക് പോകാറുണ്ട്. കാരണം വേറെ ഒന്നെല്ലാം ഇത്രയും കോസ്റ്റ്ലി വെഹിക്കിളായും പ്രിഫർ ചെയ്യാറില്ല. അപ്പോൾ ഒരു മിഡിൽ എക്കണോമി ആൾക്കാരൊക്കെ ആണെങ്കിൽ, അതായത് മിഡിൽ ക്ലാസ് ആൾക്കാരാണെങ്കിൽ ആക്ച്വലി ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്ന് ആക്ച്വലി കൺസിഡർ ചെയ്യാത്ത വണ്ടി തന്നെയാണ് എയ്തറിൻ്റെ അപ്പെക്സ്. അപ്പോൾ ആക്ച്വലി അറിയപ്പെട്ടത് ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് പ്രീമിയം ഇലക്ട്രിക് സ്കൂട്ടർ അറിയപ്പെട്ടത്. അത് ആക്ച്വലി ഒരു ലിമിറ്റഡ് എഡിഷൻ വെഹിക്കിൾ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എയ്തറിൻ്റെ ഭാഗത്ത് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് അപ്ഡേറ്റ്, എന്താണ് പുതിയ പ്രൈസ് എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ പോകുന്ന മുന്നേ ആയിട്ട് നിങ്ങൾ ചാനൽ അതുമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. എയ്തർ എനർജിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ഒരു കമ്പനിയാണ്. അപ്പോൾ EV സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്ന ഒരു വണ്ടിയിൽ ഏറ്റവും ടോപ്പ് 3 ലിസ്റ്റിൽ ടോപ്പ് 4 നിൽക്കാനുള്ള കമ്പനിയാണ് എയ്തർ എനർജി. അപ്പോൾ അവരെ മെയിൻലി അറിയപ്പെടുന്നത് അവർ R&D ഫെസിലിറ്റി വെച്ചിട്ടാണ്. കാരണം നല്ല ടെക്നിക്കലി പുതിയ ഫീച്ചേഴ്സും എല്ലാം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അവർ വണ്ടിക്കകത്ത്. അപ്പോൾ നല്ലൊരു R&D ഫെസിലിറ്റിയാണ് അവർക്കുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് ആക്ച്വലി എയ്തർ അപ്പെക്സ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ എയ്തർ അപ്പെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്തുണ്ട്. അതായത് എയ്തറിൻ്റെ എല്ലാം പുതിയ ടെക്നോളജി ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ആ വണ്ടി ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വണ്ടിക്ക് വില കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എന്തൊക്കെ മെയിൻ ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഒരു മാജിക് ട്വിസ്റ്റ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് ടെക്നിക്കലി കുറച്ച് അഡ്വാൻസ്ഡ് വണ്ടിയാണ്. പിന്നെ ടോപ്പ് സ്പീഡ് കുറച്ച് കൂടുതലുണ്ട്. ടോപ്പ് സ്പീഡ് വന്നിട്ട് 100 km/h ആണ്. നമുക്ക് വാർപ്പ് പ്ലസ് മോഡ് വരുന്നുണ്ട്. പിന്നെ റേഞ്ചസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 150 km IDC റേഞ്ച് വരുന്നുണ്ട്. റിയൽ വേൾഡ് വലിയ തരക്കേടില്ലാത്ത റേഞ്ച് കമ്പനി കൊടുക്കുന്നുണ്ട്. ഇതിൽ ഉപയോഗിച്ച മോട്ടർ വന്നിട്ട് 7 kW പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിഡ് ഡ്രൈവ് മോട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് 3.7 kW ലിഥിയം അയൺ ബാറ്ററിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ EV സെഗ്മെൻറ്റിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വണ്ടിക്ക് റേറ്റ് ആക്ച്വലി കൂടുതൽ നിൽക്കുന്നതും. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് ഈ ഒരു വാല്യൂവിന്, ഈ ഒരു വിലയ്ക്ക് നമുക്ക് ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഒരിക്കലും പറയാൻ പറ്റത്തില്ല. വേറെ ഒന്നെല്ലാം വളരെ ഓവർ പ്രൈസ്ഡാണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ടറി പ്രൈസായിട്ട് വണ്ടി വന്നുകൊണ്ടിരുന്നത് 1,89,000 രൂപ എക്സ്ഷോറൂം വിലയ്ക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് ചേഞ്ച് ആയിരിക്കുകയാണ്. അപ്പോൾ മെയിൻലി ചേഞ്ച് ആയിരിക്കുന്നത് കൊച്ചിയുടെ എക്സ്ഷോറൂം വില നമ്മൾ നോക്കുകയാണെങ്കിൽ 1,95,260 രൂപയായിട്ട് ഇൻക്രീസ് ആയിരിക്കുകയാണ്. അത് മാത്രമല്ല ഓൺ റോഡ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 2,13,750 രൂപയാണ് കൊച്ചിയുടെ ഓൺ റോഡ് റേറ്റ്. അപ്പോൾ ഈ ഒരു റേറ്റിന് ആരെങ്കിലും വണ്ടി പ്രിഫർ ചെയ്യുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ജസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പേഴ്സണൽ ചോദിക്കാൻ ഞാൻ ആക്ച്വലി വണ്ടി എടുക്കാൻ ചാൻസ് വളരെ കുറവെന്ന് തന്നെ ഞാൻ ഒട്ടും എടുക്കത്തില്ല ഇങ്ങനത്തെ വണ്ടിയാണ്. വേറെ ഒന്നുമില്ല, ഒട്ടും എക്കണോമിക്കലല്ല. അപ്പോൾ ഒട്ടും ബെസ്റ്റ് വാല്യൂ ഫോർ മണിയായിട്ടല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആക്ച്വലി ഇത്രയും പവറൊക്കെ വേണം, അല്ലെങ്കിൽ ഇത്രയും ഒരു ടോപ്പ് സ്പീഡ് വേണ്ട വണ്ടി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടിയിലേക്ക് പോവാം. പക്ഷേ വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല. നമുക്ക് സൈഡ് പാനൽസ് ഒന്നും ട്രാൻസ്പെറൻറ്റ് ആവുന്നുണ്ട്. പക്ഷേ ഡിസൈൻ വെച്ച് നമ്മളെല്ലാം നോക്കുകയാണെങ്കിൽ ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. നമ്മുടെ 450Xൻ്റെ അതേ എക്സാക്ട് സെയിം ഡിസൈനാണ്. യാതൊരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ 2,13,000 കൊടുക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഡിസൈൻ വൈസ് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കും. പക്ഷേ എന്നാൽ പോലും അതൊന്നും കൊടുത്തിട്ടില്ല ഇതർ, എന്താ അറിയില്ല. അപ്പോൾ അത് എനിക്ക് എൻ്റെ ഒരു പേഴ്സൺ ചോയ്സ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും വണ്ടി പ്രിഫർ ചെയ്യത്തില്ല. അത് ആക്ച്വലി ഓവർ പ്രൈസ്ഡ് വണ്ടി തന്നെയാണ്. അതിൽ വേറെ കാര്യം നമ്മൾ നോക്കേണ്ടത്, നമുക്ക് ഈ റേറ്റിന്, അതായത് 2 ഓല വെഹിക്കിൾസ് നമുക്ക് ഈ റേറ്റിന് എടുക്കാൻ പറ്റും. അതായത് 2,13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2 ഓല വെഹിക്കിൾസ് കിട്ടും. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ അത് എടുക്കാം. അപ്പോൾ ആ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി എനിക്കെന്തോ പേഴ്സണലി വണ്ടി അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. എൻ്റെ അഭിപ്രായം പറഞ്ഞു മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അതിനൊപ്പം തന്നെ വേറെ കാര്യം പറയാനുള്ളത്, നമുക്ക് ഓലയുടെ S1 Pro Gen 2 വന്നിട്ട് 1,30,000 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും 2,13,000 രൂപയ്ക്ക് വണ്ടി എടുക്കുമെന്നുള്ളത് നമുക്ക് എന്തായാലും കണ്ടറിയാം. അപ്പോൾ എന്തായാലും പ്രൈസ് റിവൈസ് ആയിരിക്കുകയാണ്. 1,89,000 നിന്ന് അത് കൂടിയിട്ട് 1,95,260 ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ആ ഒരു അപ്ഡേറ്റ് ചെയ്യാണ്ട് വന്നതാണ്. പ്രൈസിൽ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാണ്ട് വന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.